ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓട്ടിസ്റ്റിക് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ചാലഞ്ചസിനെ കുറിച്ചാണ്. അപ്പോൾ ഓട്ടിസ്റ്റിക് കുട്ടികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മൂത്ത മോന് ഏകദേശം 7 years ആവും വിതിൻ ഫ്യൂ മന്ത്സ്. രണ്ടാമത്തെ മോന് നെക്സ്റ്റ് മന്ത് 4 years ആവും. അപ്പം ഈ ഒരു 7 years വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ പ്രായമാകുമ്പോഴത്തേക്കിന് അവരുടെ നീഡ്സും കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പം അത്രയും എനിക്ക് ആ ഒരു ടീനേജ് അല്ലെങ്കിൽ അഡൾട്ട് ആവാൻ പോകുന്ന ആ ഒരു സമയത്തെ കുട്ടികളെക്കുറിച്ച് എനിക്ക് അത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാൻ അറിയില്ല. ഞാൻ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. ഓരോരുത്തർക്കും അവരവരുടെ എന്താ പറയുക, ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. ഓരോ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നതും ഡിഫറൻ്റ്ലി ആണ്. എല്ലാവരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ തന്നെ ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഓട്ടിസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ബിഹേവിയർ, അവരെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ടതുകൊണ്ടോ അവർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നീഡ്സ് ആയിരിക്കും എന്നുള്ളത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഈവൻ പേരൻസ് തന്നെ പലപ്പോഴും ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ കുറച്ചും കൂടി ഒരു സിമ്പതി എന്ന് ഞാൻ പറയില്ല, സിമ്പതി അല്ല നമുക്ക് ആവശ്യം. അത് നമ്മുടെ കുട്ടികളുടെ നീഡ്സിനെ കുറേം കൂടി അവർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു കോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് ഉള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊരു അവസരം കിട്ടിയെന്ന് വരില്ല മറ്റുള്ളവർക്ക്. അപ്പം ഞാൻ ഇങ്ങനത്തെ എൻ്റെ അനുഭവം ഷെയർ ചെയ്യുമ്പോഴത്തേക്കിന് ഇതേപോലെ തന്നെ ജേർണിയിൽ കൂടി പോകുന്നവർക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ മക്കളെ നോക്കാനായിട്ട് എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം സേഫ്റ്റിയാണ്. ഞാൻ എപ്പോഴും ഒരു ഹൈ അലേർട്ട് മോഡിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കാരണം ഇവന്മാർ എന്ത് ചെയ്യും, എന്ത് ഒപ്പിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് റയാനാണെങ്കിൽ അവൻ എക്സ്ട്രീംലി ഹൈപ്പർ ആക്റ്റീവ് ഒന്നുമല്ല, പക്ഷേങ്കിൽ അവന് വെറുതെ ഇരുന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ അല്ലെങ്കിൽ അവൻ്റെ ടോയ്സ് വെച്ച് കളിക്കാൻ തന്നെ ഇരുന്ന് അത് ചെയ്യാനുള്ള പ്ലേ സ്കിൽസ് വളരെ കുറവാണ്. പിന്നെ അവൻ ആകെ ചെയ്യുന്നത് അവൻ്റെ കളർ പെൻസിലെല്ലാം ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് നേരം അതുമായിട്ട് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഡോറ് തുറന്ന് കിടക്കുകയാണെങ്കിൽ റയൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി പോവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ മോനും അങ്ങനെ തന്നെ. ഇവർ സ്ട്രീറ്റിൽ ഇറങ്ങി പോയിട്ടുണ്ട്, റയൻ 2 തവണ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അഡൾട്ട്സിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇത് ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് ഇവന്മാർ പോകുന്നത്. അപ്പം പലരും പറയാറുണ്ട് ഇതുപോലെ കുട്ടികളെ നോക്കാഞ്ഞിട്ടാണെന്ന്. ശരിക്കും നമ്മൾ 24 മണിക്കൂർ ഇവരെ നോക്കി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേങ്കിൽ എപ്പോഴെങ്കിലും ഒരു സെക്കൻഡിൽ നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിയിട്ടുണ്ട്, അത് പിള്ളേർ അത് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ പോയിട്ടുണ്ട്. രണ്ടാമത്തെ മോനും ഒരു പ്രാവശ്യം അങ്ങനെ പോയതാണ്. അപ്പം എനിക്കെപ്പോഴും സേഫ്റ്റി ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. റോഡ് സേഫ്റ്റി, അതായത് വണ്ടി വരുന്നുണ്ടോ നോക്കി റോഡ് ക്രോസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ട്രാഫിക് സിഗ്നൽസ് നോക്കാൻ അറിയില്ല. ഒരു 6.5 years ഒക്കെ ഉള്ള കുട്ടികൾ ശരിക്കും അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പിള്ളേരത് മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. എപ്പോഴും പുറത്ത് പോയി ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ജീവിതം കൂടുതൽ ഇൻഡോഴ്സാണ്. ഇപ്പം നമ്മളായിട്ട് കൊണ്ടുവന്നല്ലാതെ പിള്ളേർ തനിയെ മുറ്റത്ത് ഇറങ്ങിപ്പോയി കളിക്കുകയോ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാത്ത കാരണം തന്നെ ഇവരുടെ ആക്ടിവിറ്റീസൊക്കെയും മുക്കാലും വീട്ടിനകത്ത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ റോഡ് സേഫ്റ്റി, വാട്ടർ സേഫ്റ്റി ഭയങ്കര ഇഷ്യൂ ആണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇതുപോലെ വെറ്റ്ലാൻഡ്സും ചെറിയ ചെറിയ കുളങ്ങളൊക്കെ പോലെയുണ്ട്. അപ്പം അവിടെയൊക്കെ വെള്ളം കാണാനും അതിൽ ഡക്സ് സ്വിം ചെയ്യുന്നതൊക്കെ അതിന് ഭയങ്കര ക്രേസാണ്. അപ്പം അത് വെള്ളത്തിന് എത്രമാത്രം ആഴമുണ്ട്, അതിനകത്ത് പോയാൽ ഡ്രൗൺ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലൊന്നും ചിലപ്പം മനസ്സിലാവത്തില്ല. അപ്പം റയന് ഇത് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. ഒരു തവണ അത് അവൻ എക്സ്പീരിയൻസ് ചെയ്താലേ അവനത് പഠിക്കുള്ളൂ. അപ്പം വാട്ടറിന് ഇത്ര ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഈ ഡെപ്ത് എന്ന് പറഞ്ഞ സാധനം കാണുന്നില്ല, ഇത്ര ആഴമുണ്ട്, അതെന്താണിത് സംഭവം, അല്ലെ വണ്ടി ഇടിച്ചാൽ കൈയൊടി, ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അത് ആ ഒരു ഇമാജിനേറ്റീവായിട്ടുള്ള ആ ഒരു കഴിവ് വളരെയധികം കുറവായതുകൊണ്ട് തന്നെ ഈ റോഡ് സേഫ്റ്റി, വാട്ടർ സേഫ്റ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പം ഈ വാണ്ടറിങ് പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും നമ്മൾ വീടിനകത്ത് ഇങ്ങനെ ഡോറ് ലോക്ക് ചെയ്ത് ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഉള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എൻ്റെ 2 മക്കൾക്കും പൈക്ക ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ നമ്മുടെ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ വായിലെടുത്തിടുകയും ചൂ ചെയ്യുകയും അത് ചോക്കിങ് ആസ്പിറേഷൻ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പൈക്ക ഉണ്ടെങ്കിൽ ഇപ്പം റയനാണെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ, ഷാംപൂ, അങ്ങനത്തെ നമുക്ക് കൈ എത്തുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുടിച്ചിട്ടുണ്ട്. ആസ് പേരൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട്. ഈവൻ ഏത് ചെറിയ കുട്ടികളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്യൂരിയസ് ആവാൻ ഓട്ടിസ്റ്റിക് ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ക്രേവിങ് ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ നോൺ എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു നോക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതെല്ലാം കുട്ടികൾക്ക് കൈയെത്താത്തത് എടുത്ത് വെക്കുക, ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൺ വീട്ടിൽ ഇപ്പം എന്നെപ്പോലെ പ്രവാസികളായിട്ടൊക്കെ ഉള്ളവർ നാട്ടിൽ ചെല്ലുമ്പം അവരുടെ വീട്ടുകാരോടും നമ്മൾ മുൻകൂറായിട്ട് പറഞ്ഞു കൊടുക്കുക, നമുക്കിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഇതെടുത്ത് ഓരോ സാധനങ്ങൾ എടുത്ത് കുടിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ ഡിറ്റർജൻറ്റുകളോ ക്ലീനറുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കാനായിട്ട് നമുക്ക് വീട്ടുകാരോട് പറയാം. ഇപ്പോൾ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണെന്ന് വീട്ടിൽ പറയണമെന്ന് താല്പര്യമില്ലാത്തവർ പറയണ്ട, അത് നിങ്ങളുടെ ഇറ്റ്സ് അപ് ടു യു ആണ്. അത് നൺ ഓഫ് എനിബഡി എൽസ് ബിസിനസ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് കുഞ്ഞിനിപ്പം ഓട്ടിസം ഉണ്ടോ ഇല്ലയെന്ന് വീട്ടിൽ പറയാനുള്ളത്. പക്ഷേ കുഞ്ഞിന് ഇങ്ങനെ ചെറിയ ബിഹേവിയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്കും അതൊരു ഹെൽപ്പായിരിക്കും. അവർക്കും എക്സ്പെക്റ്റ് ചെയ്തിരിക്കാമല്ലോ. അല്ലാതെ നമ്മൾ അവസാനം കുഞ്ഞെടുത്ത് എന്തെങ്കിലും എടുത്ത് കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ എനിക്ക് വേറെ ഇഷ്യൂ കുഞ്ഞുങ്ങളെ നോക്കുന്നതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. ഇപ്പം ടിപ്പിക്കലായിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വിശക്കുമ്പോൾ പറയും, ദാഹിക്കുമ്പോൾ പറയും, ബാത്റൂം പോകേണ്ടപ്പോൾ പറയും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും പറയാനായിട്ട് കഴിവില്ല. അല്ലെങ്കിൽ ഹങ്കർ എന്താണ്, തേസ്റ്റ് എന്താണെന്നൊക്കെ അവർക്ക് അത് മനസ്സിലാക്കാനും അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വിശപ്പെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പകൽ നമ്മൾ 3-4 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾക്ക്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ തവണ വിശക്കുമ്പോൾ നമ്മൾ ഗസ് വർക്ക് അടിച്ച് വിശന്നിട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. അത് ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സാണ് നമുക്ക്. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഗ്രംപി ആവുന്നത്, എന്തുകൊണ്ട് തെറാപ്പിക്ക് സിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ വിശപ്പ് ദാഹം മാത്രമല്ല, ഒരു പെയിൻ വന്നാൽ പറയാനറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ല നമ്മൾ ഇതുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നിടം വരെയുള്ള ഫുള്ള് സമയം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതായത് ഡിഫറെൻറ്റ് സ്റ്റോറി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുള്ള് എന്താ പറയുക എഫേർട്ടും ഫുൾ അറ്റൻഷനും ഫുള്ള് കാര്യങ്ങൾ കുഞ്ഞിന് വിശന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനായിരിക്കും, അല്ലെങ്കിൽ വേദനിച്ചിട്ടായിരിക്കും, ഇങ്ങനെ പല കാര്യങ്ങൾ ഗസ് അടിച്ച് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ്. കാരണം ഇപ്പോൾ കുട്ടികൾ തനിയെ പറയാണ് എനിക്ക് കഴിക്കാൻ ഇതാണ് വേണ്ടിയത്, അല്ലെങ്കിൽ എനിക്ക് വിശന്നിട്ടാണ്, എനിക്ക് അങ്ങനെ ഓരോരോ നീഡ്സ് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം ടിപ്പിക്കലി ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളുള്ള ആൾക്കാർക്ക് ചിലപ്പം നമ്മുടെ കുട്ടികളുടെ ഈ നീഡ്സ് പലപ്പോഴും മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അവർക്ക് അത് ചിലപ്പോൾ ഈ മുമ്പേ പറഞ്ഞ പോലെ 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മുടെ മക്കളെ കാണുമ്പോൾ അവർ എല്ലാ കുട്ടികളും ഒരുപോലെ ഇരിക്കും. പക്ഷേങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇന്ന കാര്യങ്ങളിൽ ഇന്ന എക്സ്ട്രാ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ട് വേണമെന്നുള്ളത് ശരിക്കും പേരൻസിന് മാത്രം അത് അത്രമാത്രം മനസ്സിലാവുള്ളൂ. അപ്പം ചിലപ്പം ഗ്രാൻഡ് പേരൻസിന് മനസ്സിലാവില്ല, റിലേറ്റീവ്സിന് മനസ്സിലാവില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരോടൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിന് കുറച്ച് സ്പീച്ച് ഡിലേ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവന് ഇപ്പോൾ കുറച്ച് പുറകിലാണ് കാര്യങ്ങൾ, അവൻ പഠിച്ച് വരും പക്ഷേ കുറച്ച് പുറകിലാണ്. അപ്പം നമ്മളതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് സെഡ് നമുക്ക് ഓട്ടിസം ADHD അങ്ങനെ എന്തെങ്കിലും ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. ബട്ട് നിങ്ങൾ ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള മറ്റുള്ളവരോട് നമ്മൾ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അവർ കുറേം കൂടി ഓപ്പൺ ആവുകയും നമ്മൾ ട്രാൻസ്പെറൻ്റ് അവർ കുറേം കൂടി നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈവൻ ഇഫ് നിങ്ങൾക്ക് അത് പറയണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. പക്ഷെങ്കിൽ ഇന്ന നീഡ്സ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇന്ന ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മളിത് മറ്റുള്ളവരോട് പറയാതെ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല.
ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓൾഡർ ജനറേഷൻ നമുക്കിപ്പം ഒരു 55-60 അല്ലെ അതിന് മേളിലോട്ട് പ്രായമുള്ള ആൾക്കാർ, അവർക്ക് ഒരിക്കലും നമ്മുടെ പോലെ എന്താ പറയുക പെട്ടെന്ന് ഒരു നോളജ് അപ്ഡേറ്റഡ് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മിക്കവരും വീടുകളിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ അവർക്കൊന്നും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷനേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ജെന്യൂനായിട്ട് ആരെങ്കിലും ഒരു കൺസേൺ ചോദിച്ചിട്ടുണ്ട്, അത് കുഞ്ഞ് 3-4 വയസ്സായല്ലോ, സംസാരം കുറവാണല്ലോ, അന്ന് നമ്മളെ കുത്തി നോക്കാതെ ചോദിക്കുന്ന നല്ല നല്ല മനുഷ്യരുണ്ടല്ലോ, അവരോട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതായത് അവന് കുറച്ച് സ്പീച്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ സ്പീച്ച് തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാരുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ, അതായത് നമ്മുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ജേണി ഒന്നും മനസ്സിലാക്കാതെ തന്നെ കുഞ്ഞിന് സംസാരം കുറവാണെന്ന് കാണുമ്പോൾ തന്നെ അത് നമ്മൾ വളർത്തിയതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ TV വെച്ച് കൊടുത്തതിൻ്റെ പ്രശ്നമാണ് എന്നും പറഞ്ഞിട്ട് അവർ ആദ്യമേ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താറുണ്ട്. എന്നോട് ഒരുപാട് പേര് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന കെയറിനെ അത് വല്ലാതെ ബാധിക്കും. കാരണം നമ്മളത് ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് തന്നെയാണ് അത് ഭയങ്കര നെഗറ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് കഴിവതും ഇതിന് ഇങ്ങനെ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. സപ്പോസ് ഒരു അറിവില്ലാതെ പറയുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നോക്കുക, അവർക്ക് കുറച്ച് അവയർനെസ് കൊടുക്കാൻ നോക്കുക. അപ്പം ആദ്യം എന്താ പറയുക, ചിലപ്പം അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ കോൺസ്റ്റൻ്റായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര പേർക്ക് ഈ ഓട്ടിസത്തിനെ കുറിച്ച് അറിയാമായിരുന്നു, എത്ര പേർക്ക് കുഞ്ഞിന് ഓട്ടിസം ആണെന്ന് പറഞ്ഞപ്പം ഒന്നും അറിയാതെ ഒരു ക്ലൂ ഇല്ലാതെ മനസ്സ് വിഷമിച്ച് വർഷങ്ങളോളം മാസങ്ങളോളം ഇരുന്നിട്ടുള്ളവരാണ്, ഇൻക്ലൂഡിങ് മീ. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ പീഡിയാട്രിക്സ് കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നേഴ്സാണ്. എന്നിട്ട് പോലും എനിക്ക് കുഞ്ഞിന് ഓട്ടിസം ആണെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഫുള്ള് ലോകം അവിടെ തകർന്ന് വീണ അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ ഓൾഡർ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്കും അത്രയ്ക്കൊക്കെ ഉള്ള അവയർനെസ്സേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരാൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യു ക്യാൻ മേക്ക് എ ഡിസിഷൻ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടിസം കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് വല്ലാത്തൊരു പ്രോബ്ലമാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സാധാരണ ചില കുട്ടികൾക്ക് 2 ഇയേഴ്സിൽ ടോയ്ലറ്റ് ട്രെയിൻഡ് ആവും. നമ്മുടെ മക്കൾ 2 ഇയേഴ്സിൽ ടോയ്ലറ്റ് ട്രെയിൻഡ് ആവാൻ റെഡി പോലും ആയിരിക്കത്തില്ല. അപ്പം പലരും നമ്മുടെ നേരെ കൈവിരൽ ചൂണ്ടും, നിങ്ങളത് പഠിപ്പിക്കാഞ്ഞിട്ടാണ്, നിങ്ങൾ അത് ശരിക്കും ചെയ്യാഞ്ഞിട്ടാണ്. അപ്പം കൂടുതലും എല്ലാം ഈ എന്താ പറയുന്നത്, അമ്മമാർക്കെതിരെയാണ് എല്ലാവരും ഇങ്ങനെ വിരൽ ചൂണ്ടാനും കുറ്റം പറയാനും റെഡി ആയിട്ടിരിക്കും. അപ്പം ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യാൻ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് വരുന്ന ഒരു കാര്യമല്ല. അത് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു ഗോളാണത്. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ ആദ്യമായിട്ട് ടോയ്ലറ്റിൽ പോയി അപ്പിയിട്ടപ്പോഴത്തേക്കിന് എൻ്റെ ദൈവമേ, അവൻ 5 വയസ്സിലാണ് ആദ്യമായിട്ട് തനിയെ ടോയ്ലറ്റിൽ പോയിരുന്നത്. അങ്ങനെ ഒരു സംഭവം ചെയ്തത് നമുക്കത് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. അത് ചിലപ്പം ടിപ്പിക്കലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കുട്ടികളുടെ പേരൻസിന് അത് മനസ്സിലാവത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ അത്രയും ഞാനെന്നല്ല നമ്മളിൽ പലരും അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് തെറാപ്പീസ്, ഒരുപാട് എഡ്യൂക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പം നമ്മളത് മാക്സിമം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കും ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരത്തില്ല. ഇങ്ങനെ ഇതേ സിമിലർ ജേണി കൂടി പോകുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഓരോരുത്തരും അതിനായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ അതൊന്നും നെവർ മൈൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻസറി ഇഷ്യൂസാണ്. സെൻസറി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഈ സെൻസറി ഇഷ്യൂസ് ഒരിക്കലും എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര കൂടുതൽ, ചില സമയത്ത് കുറവ്, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അപ്പം സെൻസറി ഇഷ്യൂസ് തന്നെ നമുക്ക് വളരെ വളരെ ഒരുപാട് രീതിയിലാണ് സെൻസറി ഇഷ്യൂസ് പല കുട്ടികളിലും വരുന്നത്. അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാ ഫുഡും ഒന്നും നമ്മുടെ മക്കൾ കഴിക്കില്ല.
അത് നമുക്ക് അപ്പം ചിലപ്പം ചിലരൊക്കെ പറയും, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാവരും എല്ലാം കഴിക്കുമായിരുന്നു. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയാം, എനിക്കൊരു ഭക്ഷണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർ ചിലപ്പോൾ എന്നെ കഴിപ്പിച്ചിട്ടുണ്ടാകും. ചിലപ്പം മീൻസ് എൻ്റെ അതായത് നമ്മൾ നിർബന്ധിക്കുക, അതായത് പാൽ ഇഷ്ടമല്ലാത്തതോടെ നിർബന്ധിച്ച് പാൽ കുടിപ്പിക്കുക, അല്ലെങ്കിൽ മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അതിനായിട്ട് എന്നെ തല്ലി കഴിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത്, അല്ലെ കുറച്ച് എത്ര 30-40 വർഷം മുമ്പ് പുറകിലോട്ട് നോക്കുമ്പം എല്ലാവരും പറയും എല്ലാവരും എല്ലാം കഴിക്കുമായിരുന്നു. ശരിയാണ്, കഴിക്കുമായിരുന്നു. കഴിക്കാത്തവരെ തല്ലിയും കഴിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ പാരൻറ്റിങ്ങിനകത്ത് നമ്മൾ തല്ലിയിട്ട് കഴിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അത്രമാത്രം ട്രോമ കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫുഡുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഭയങ്കരമായിട്ട് മോശമായി. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒരിക്കലും ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ ചിലപ്പം ചിലർക്ക് പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, മറ്റ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യുന്നതിൽ. നമ്മൾ ഓസ്ട്രേലിയയിലാണ്, ഇവിടെ അങ്ങനെ ഒരു സംഭവം കുട്ടികളെ ചെയ്യാറേയില്ല. ഞാനും വീട്ടിൽ ഇതേപോലെ തന്നെ നിർബന്ധിച്ച് തല്ലിയിട്ടൊന്നും ഭക്ഷണം നമ്മൾ കൊടുക്കാറില്ല. അതിനോട് തീരെ എനിക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, എല്ലാവരും കഴിച്ചില്ല അങ്ങോട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് കഴിപ്പിക്കും. പക്ഷെ അത് എത്രമാത്രം അതൊരു നല്ല ഒരു പ്രാക്ടീസാണെന്ന് അത്രയും നല്ലൊരു പ്രാക്ടീസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഫുഡ് അവേഷൻ അല്ലെങ്കിൽ ഫുഡ് ഇഷ്ടമല്ല അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മുടെ പേരൻസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പുറകിലത്തെ ജനറേഷൻ അങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് അവർ നമ്മളിപ്പം പറയും നിങ്ങൾ കൊടുക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിപ്പിക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പം അവരോട് പറയാം, നമ്മൾ കൊടുക്കുന്നതും കഴിപ്പിക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇങ്ങനെ ഫുഡ് അവേർഷൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂ ഉണ്ട്. അത് നമ്മൾ വർക്ക് ഓൺ ചെയ്യുകയാണ് അത് അച്ചീവ് ചെയ്യാനായിട്ട്. അത് വരും. ചിലപ്പം നമ്മൾ ഒരു ദിവസം കൊണ്ട് തല്ലി കഴിപ്പിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഒരു 1 year 2 years കഴിയുമ്പോൾ അവർ തനിയെ അവരുടെ ഇഷ്ടത്തോടു കൂടി തന്നെ അവരതെടുത്ത് കഴിക്കും. അപ്പോൾ ആ ഒരു ഗോളിലേക്കാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. മാക്സിമം മെൻ്റൽ ട്രോമ ഒഴിവാക്കി പോകാനാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ വീട്ടുകാർക്ക് പലതും, അല്ലെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കാണെങ്കിലും നമ്മളെ കുത്തി പറയാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മക്കളെ ഏറ്റവും മനസ്സിലാക്കേണ്ട ആൾക്കാർ നമ്മളാണ്. ഇങ്ങനത്തെ വാക്കുകളിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലൊന്നും നമ്മൾ വീഴരുത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അത് അവൻ കഴിക്കാത്തത് അല്ലെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കാത്തത് അതുകൊണ്ടാണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചറിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെൻസറി ഇഷ്യൂസ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പല. അപ്പോൾ ഡെയിലി നമ്മൾ സെൻസറി ഇഷ്യൂസ് ഡീൽ ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ ഈ സെൻസറി ഇഷ്യൂ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടിപ്പിക്കലായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും സെൻസറി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഓട്ടിസ്റ്റിക് കുട്ടികളുടെ സെൻസറി ഇഷ്യൂസ് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ലെവലാണ്. അതിനെക്കുറിച്ച് റയൻ്റെ സെൻസറി ഇഷ്യൂസിനെ കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ, ടീത്ത് ബ്രഷ് ചെയ്യുന്നതും മുടി ചെയ്യുന്നതും നെയിൽ ഡെയിലി കട്ട് ചെയ്യുന്നില്ല, പക്ഷേ എങ്കിലും ഒരു സോക്സ് ഇടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരെ ഭയങ്കരമായിട്ട് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസ് എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് ചുറ്റുമുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും നല്ലതാണ്. ഞാൻ വളരെയധികം ഫോർച്യുനേറ്റാണ്. നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ ആയതുകൊണ്ടും നമ്മളുടെ മക്കളെ നമ്മുടെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കുന്നതും കൊണ്ടും തന്നെ ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതായത് റയന് ചെറിയ ഏജിൽ ഭയങ്കര നോയ്സ് സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അത് അവന് ഫ്രിഡ്ജ്, മിക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കാനായിരുന്നു ഭയങ്കര പ്രോബ്ലം. കിട്ടുവിന് പക്ഷേ വലിയ ഒരു സൗണ്ട് അവന് ഭയങ്കര ഇൻടോളറൻസ് ആണ്, ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവർ മിക്സിയൊക്കെ എടുത്ത് പാത്ത് വയ്ക്കുമായിരുന്നു. കാരണം റയൻ അത് മിക്സിയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അലറിക്കാരായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം മിക്സിയൊക്കെ ഒളിപ്പിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ആവശ്യം. അങ്ങനത്തെ ഒരു അക്കോമഡേറ്റീവ് രീതിയാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികളെ കൊണ്ടുവരുമ്പം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രായമാണെങ്കിൽ ഓക്കെ. തീരെ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ അലറി കരയുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോൾ അത് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ലല്ലോ. നമുക്ക് പയ്യെ അത് പിന്നീട് എക്സ്പോസ് ചെയ്ത് എടുത്താൽ മതി. അതിനും പകരം എന്ത് സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് മിക്സി ഒരു
ഏറ്റവും മാക്സിമത്തിയിട്ട് കറക്കി കേൾപ്പിച്ച് പേടിപ്പിക്കുന്നത്, അത് ഒരുതരം ടോർച്ചറാണ് ഈ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ആരും ചെയ്യരുത്. സൗണ്ട് സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികളിൽ നമ്മൾ കുറച്ചും കൂടി ജെൻറ്റിലായിട്ട് സംസാരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, മാക്സിമം ടോർച്ചർ ചെയ്യാനല്ല നോക്കേണ്ടത്. സ്ലോലി അവരെ അതിനോട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും കുട്ടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ടച്ച് ഡിഫെൻസീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ടച്ച് സീക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികളാണെങ്കിൽ, എൻ്റെ രണ്ടാമത്തെ മോനാണ് ടച്ചിൻ്റെ ആൾ. അവന് എപ്പോഴും കെട്ടിപ്പിടിക്കും, ഉമ്മ തരും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അതേപോലെ തന്നെ ടച്ച് ഡിഫെൻസീവായിട്ടുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് അവരുടെ ദേഹത്ത് നമ്മൾ തൊടുന്നതേ അവർക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ ചിലപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെ നമ്മുടെ ആൻറ്റിമാരോ അങ്കിൾമാരോ ഒക്കെ കാണുമ്പോൾ ഓടി വന്നിട്ട് എടുത്ത് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിന് അവർക്കത് ഭയങ്കര ഒരു ഇൻടോളറൻസ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ ചിലപ്പം തിരിച്ച് ഈ പറഞ്ഞ ആൾക്കാരെ അടിക്കോ ഇടിക്കോ പിച്ചോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെങ്കിൽ അവരുടെ ബോഡിയിൽ അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവർ ചെന്ന് അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറി അങ്ങനെയൊക്കെ ഇറുക്കി പിടിക്കുമ്പം അത്രമാത്രം അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പം നമ്മൾ ആരെങ്കിലും വന്ന് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുഞ്ഞ് തിരിച്ച് ഉപദ്രവിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഓട്ടിസ്റ്റിക് കുട്ടികളുടെ പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പം പറയും, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല, അല്ലെ എന്തുകൊണ്ട് എൻ്റെ വിഷമം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം ചില കുട്ടികൾക്ക് കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമായിരിക്കും, ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമായിരിക്കും. പക്ഷെ ചില കുട്ടികൾക്ക് അത് എൻറ്റയർലി ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഇതായിരിക്കും. അപ്പം നമുക്കത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അത് അവന് കുറച്ചൊരു ടച്ച് ഇതാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല, അവൻ വഴിയെ വന്നോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഓക്കെ ആണല്ലോ. അത് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എപ്പോഴും ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറ്റുന്നിടത്തൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന് ഒക്കെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമുക്കാണ്. നമ്മളെ ആസ് പേരൻസ് നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അതാണ് സെൻസറി ഇഷ്യൂസിനെ കുറിച്ച് പറയണ ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഒരു അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓട്ടിസ്റ്റിക് കുട്ടികളെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാം, ടേക്ക് കെയർ ചെയ്യുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാം. അഞ്ചാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് സ്ലീപ്പിൻ്റെ പ്രശ്നമാണ്. സ്ലീപ്പ് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കിന് പലർക്കും പല രീതിയിലാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് അത്രയും എക്സ്ട്രീം സ്ലീപ്പ് ഇഷ്യൂസ് ഒന്നുമില്ല, ഉറങ്ങിക്കോളും. പക്ഷേ പകലൊക്കെ അത്ര അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, റിലാക്സ്ഡ് ഡേ എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ മിഡിൽ ഓഫ് ദ നൈറ്റ് എണീക്കും. പിന്നെ തിരിച്ച് ഗോ ബാക്ക് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവന് സൗണ്ടിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരൊച്ച കേട്ടാൽ തന്നെ എണീറ്റിട്ടുണ്ട്. പിന്നെ അവന് പേടിയാണ് തിരിച്ച് ഗോ ബാക്ക് ടു സ്ലീപ്പ്. അവന് പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഉറങ്ങാനായിട്ട് തന്നെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അത് ഈ മെലറ്റോണിൻ്റെ എന്തോ പ്രൊഡക്ഷൻ അബ്സോർപ്ഷൻ എന്തോ ഒരു ബാലൻസ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽസിൽ അത് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഉറങ്ങാനുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അത് ചിലപ്പോൾ അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ കൃത്യസമയത്ത് ഉറക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ശരിക്കും നോക്കാഞ്ഞിട്ടോ ഒക്കെ ആണെന്നൊക്കെ അവർ വിചാരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ ഉറങ്ങാത്തത്. പിന്നെ മെയിനായിട്ട് നമ്മൾ റുട്ടീൻ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. റുട്ടീൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലും നമുക്ക് പല ചാലഞ്ചസ് ഉണ്ട്. ചിലപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസ് ഇതൊന്നും അവർ അനുഭവിക്കുന്നുണ്ടാവില്ല. സോ അവർ വിചാരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ എക്സോസ്റ്റഡ് ആകുമ്പോൾ ഇവരെന്താണ് ഈ പറയുന്നതെന്ന് ചിലപ്പം അവർക്കും നമ്മുടെ ഫ്രണ്ട്സിന് പോലും ചിലപ്പം മനസ്സിലാവത്തില്ല. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു കുട്ടികളുടെ മെൽറ്റ് ഡൗൺസിനെ ഡീൽ ചെയ്യുന്ന ഒരു ഇതാണ്. മെൽറ്റ് ഡൗൺസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് സാധാരണ ഒരു ചെറിയൊരു ടാൻഡ്രം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ആ ഒരു രീതിയല്ല ഓട്ടിസം മെൽറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ കൂടുതലും സെൻസറി ഓവർലോഡും കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്.
അപ്പം ഒരു ടാൻഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കരയുന്നതും, ഈ മെൽഡൗൺ എന്ന് പറയുമ്പം അത് എൻറ്റയർലി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പം അത് കൊണ്ടുണ്ടാകുന്ന ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്. അപ്പം നമ്മളത് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പം പബ്ലിക് പ്ലേസിലൊക്കെ വെച്ച് ഒരു മെൽഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അണ്ടർ പ്രഷറായിപ്പോൾ നമ്മൾ ആസ് പേരൻസ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ചുറ്റുമുള്ള ഒന്നും നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞ് ഭയങ്കരമായിട്ട് ബിഹേവിയറിൽ ഇത് കാണിക്കും, ഭയങ്കര ഒരു കരയോ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നും ഫോക്കസ് ചെയ്യേണ്ട. നമ്മളും അതുപോലെ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സാഹചര്യമായിരിക്കും അത്. നമ്മൾ മാക്സിമം കാം ഡൗൺ ചെയ്ത് നമ്മൾ അവർക്ക് പതിയെ അവരെ ഒരു നോർമൽസിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുമ്പോഴത്തേക്കിന് എല്ലാവരും നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പ്രശ്നമില്ല. നോക്കും, ആൾക്കാർ നോക്കും, അവരൊന്ന് പറയുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിലും നമുക്ക് ഫോർച്യുനേറ്റ്ലി നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇതുവരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് നമുക്ക് വന്നിട്ടില്ല. പക്ഷേ റയൻ ഇവിടെ വീട്ടിൽ കിടന്ന് ഒരുപാട് ഷോ കാണിക്കും. അത് ഞാൻ ചുമ്മാ ഷോ കാണിക്കുന്നത് പറഞ്ഞാട്ടോ. അത് അവന് ഒരുപാട് ഇത് കാണിക്കുന്നത്, അവന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീട്ടിനകത്ത് അവന് നടക്കുമെന്നറിയാം. അപ്പോൾ അവിടെ അലറ്, കാറ് അങ്ങോട്ടോട് ഇങ്ങോട്ടോട് ഒക്കെ ചെയ്യും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പിന്നെ അവന് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടം. അപ്പോൾ കുറേ നേരം വെള്ളത്തിൽ കളിക്കാൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് കാമാവും. പിന്നെ അവൻ്റെ ഡാഡി ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും പിന്നെ അവന് ഭയങ്കര ആങ്സൈറ്റിയാണ്. ആ ആങ്സൈറ്റി ഡീൽ ചെയ്യാനായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. അത് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ചില ദിവസം ഡാഡി എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഡാഡി നൈറ്റ് ഷിഫ്റ്റ് പോയി കഴിഞ്ഞാൽ റയൻ കരഞ്ഞു കഴിഞ്ഞാൽ റയൻ കരയുന്ന കേട്ട് പേടിച്ച് കിട്ടുകരി റയൻ പിന്നെ കുറേ നേരം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് റയൻ സെറ്റിലാവുമ്പോഴത്തേക്കും കിട്ടു അന്നേരം പേടിക്കൽ കാരണം അവൻ വീണ്ടും ഒരു 2 മണിക്കൂറും കൂടി കരയും. 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ കണക്ക് കേൾക്കുമ്പോഴത്തേക്കിന് ഞാൻ വെറുതെ അങ്ങ് കൂട്ടി പറയുന്ന ആരും വിചാരിക്കലും. ലിറ്ററലി 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എൻ്റെ മക്കൾ കരയും. പ്രത്യേകിച്ച് എൻ്റെ രണ്ടാമത്തത്. അവനൊട്ടും നോൺ വെർബൽ ആയതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഫ്രസ്ട്രേഷൻ, അവന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു പ്രശ്നം അവന് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 hours ഒക്കെ രാത്രി മിഡിൽ ഓഫ് ദ നൈറ്റ് ഇരുന്ന് കരയുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നോക്കിയാലും ചിലപ്പം ഇതൊന്നും വർക്കാവത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഒരു ദിവസം നമ്മളത് അച്ചീവ് ചെയ്യും, അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഗോള്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും ഹാർഡായിട്ടുള്ള ഇതിനകത്തൂടി പോയാലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു പോസിറ്റിവിറ്റി അതിനകത്തുനിന്ന്, അല്ല ഒരു പോസിറ്റീവ് ഔട്ട്കം അതിനകത്തുനിന്ന് വരുമ്പം നമുക്ക് വരുന്ന ഒരു സന്തോഷം, ഇറ്റ്സ് അമേസിങ്. ഞാൻ മുമ്പേ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ സോഷ്യലൈസേഷൻ ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല. നമ്മുടെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ മറ്റൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ ഇഷ്യൂ. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന ആ ഒരു പ്രശ്നം മാത്രമാണെന്നുണ്ട്. പക്ഷേ ഓട്ടിസം എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസിൽ സോഷ്യലൈസേഷൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അവർക്ക് ശരിക്കും ഒരു സോഷ്യൽ സെറ്റപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് പോലും അറിയില്ല. ഇപ്പം എൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി കളിയാക്കിയിട്ടാണ് ഒരു നാണം തോന്നിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വീടുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റയൻ ഇത് നമ്മുടെ വീടല്ല, അല്ലെങ്കിൽ ഇത് വേറൊരാളുടെ വീടാണ്, അങ്ങനത്തെ വിചാരമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണോ അത് തന്നെ അവിടെ എന്നുള്ള ഒരു രീതിയാണ്. അത് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എക്സ്ട്രീംലി ഹാർഡാണ്. അങ്ങനെ നമ്മുടെ വീടല്ല, അപ്പം ഇത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീടാണ്, ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെ പോലെ അല്ല, അതൊക്കെ എങ്ങനെ ഇവർ പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ അതിന് സോഷ്യൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെറാപ്പിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം സോഷ്യൽ സ്റ്റോറീസ് നമുക്ക് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. അതായത് വിഷ്വൽ ബോർഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. നെറ്റിൽ ത്രൂ നമുക്ക് അതിങ്ങനെ, അതായത് ഒരു കാർട്ടൂൺ പോലെ തന്നെ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതൊക്കെ നമുക്ക് സോഷ്യൽ സ്റ്റോറീസ് കാണിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് അതിന് ഐഡിയ കിട്ടും. ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഐഡിയാസൊക്കെ കിട്ടും. പക്ഷേ ഈ സോഷ്യൽ സ്റ്റോറീസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റയൻ ഇത് കാണത്തില്ല. നമ്മൾ എത്രമാത്രം സോഷ്യൽ സ്റ്റോറീസ് കാണിക്കാൻ ശ്രമിച്ചാലും അവനതൊന്നും വേണ്ട. അവന് ഇങ്ങനെ ഇന്ന ഫിക്സേഷൻ ഉണ്ട്. ഞാൻ ഇതേ കാണുള്ളൂ, ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഞാൻ ഇതേ കഴിക്കുള്ളൂ, ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എനിക്കിത് ഇങ്ങനെ വേണം. ഭയങ്കര ഫിക്സേഷൻസ് ആണ്.
അപ്പം ഇപ്പം റയൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ബാധിക്കാത്ത കാര്യങ്ങൾ വരെ, അതായത് അവന് അവൻ ഈ വീട്ടിലെ എല്ലാ കാര്യവും അവൻ്റെ അണ്ടർ കൺട്രോളിൽ വേണം എന്നുള്ള ഒരു രീതിയാണ്. അതായത് എന്തു അവർ എന്താ പറയുക, ഇതൊക്കെ എങ്ങനെയാണെങ്കിലും അവനത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവൻ ഇതെല്ലാം മൈൻഡ് ചെയ്യണം എന്നുള്ള രീതി. അതായത് ഞാൻ കുറേ നേരം അതായത് പറയും. ഞാനിപ്പം പെർഫെക്റ്റ് എക്സാമ്പിൾ എന്തുവാ പറയേണ്ടതെന്ന് നോക്കുക. റയൻ TV കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ അവിടെ ഒരു ഡ്രോ തുറന്നിട്ട് ഫുൾ അടച്ചില്ലെങ്കിൽ റയൻ അറിയാം. റയൻ വന്നിട്ട് എല്ലാ ഡ്രോയും ഒരുപോലെ അടച്ചു വെക്കണം. അതായത് എല്ലാ കബോർഡിൻ്റെ ഷെൽഫിൻ്റെ ഡോറുകളെല്ലാം ഒരുപോലെ അടച്ചു വെക്കണം. എന്തെങ്കിലും തുറന്നിരിക്കുകയാണെങ്കിൽ അവന് അപ്പം അടയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ കാറിനകത്ത് കയറി കഴിഞ്ഞാൽ കാറിൻ്റെ ഡോർ ഇങ്ങനെ വേണം, കാറിൻ്റെ AC-യുടെ വെൻറ്റുകൾ ഇങ്ങനെ വേണം, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വേണം. അങ്ങനെ ഭയങ്കര OCD പോലെയുള്ള രീതിയിലെ ബിഹേവിയറാണ്. അപ്പം നമുക്ക് OCD എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡയഗ്നോസിസ് ഒന്നും നമുക്കിപ്പോൾ ഇല്ല. ഇത് കുറച്ചും കൂടി ഫ്യൂച്ചറിൽ പോകുമ്പോൾ ഇത് അവനെ എത്രമാത്രം ഇത് ബാധിക്കും എന്നുള്ള, അവൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഇത് എത്രമാത്രം ബാധിക്കും എന്നുള്ളതിനെ നോക്കിയിട്ട് വേണം നമുക്ക് ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് ഒക്കെ എടുക്കാൻ. ഇപ്പോൾ തീരെ യങ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ജസ്റ്റ് യൂഷ്വൽ OTയും കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ഇപ്പം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാവുന്നതാണ്. അപ്പം എനിക്കും ഭയങ്കര OCD ബിഹേവിയർ ഉള്ള ഒരാളാണ്. ലൈക്ക് നമ്മൾ വളരുന്ന അനുസരിച്ച് ഒരുപാട് ചേഞ്ചസ് നമുക്ക്, ചില ആൾക്കാർക്ക് അത് വരില്ല. അത് നമുക്ക് പ്രോപ്പർ തെറാപ്പീസ് കൊടുത്താലേ കാര്യമുള്ളൂ. ഒരു വീട്ടിൽ നമുക്കൊരു ഓട്ടിസ്റ്റിക് കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയോ അതിൻ്റെ പേരൻസിനോ മാത്രമല്ല ഇത് ബാധിക്കുക, ആ വീട്ടിലുള്ള എല്ലാവരെയാണ്. എല്ലാവരെയും എന്ന് പറയുമ്പോഴത്തേക്കിന് ടിപ്പിക്കലി ഡെവലപ്പ് ചെയ്യുന്ന മറ്റുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് ഇത്രയും നീഡ്സ് ഉള്ളപ്പം നമ്മൾ അവർക്ക് എക്സ്ട്രാ കെയർ, എക്സ്ട്രാ സപ്പോർട്ട്, നമ്മുടെ എക്സ്ട്രാ ടൈം എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ സിബ്ലിങ്സ് ഭയങ്കരമായിട്ട് ലെഫ്റ്റ് ഔട്ട് ആയി പോകുന്നത് പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അവരെ അത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, അവർ കുറേ കൂടി വിത്ഡ്രോൺ ആയി പോകുക, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ 2 കുട്ടികളുണ്ട്, 2 പേരും ഓട്ടിസ്റ്റിക് ആണ്, 2 പേരും എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയുമ്പം റയനാണ് കുറച്ചും കൂടി നീഡ്സ് കൂടുതലുള്ള പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. കാരണം അവൻ എപ്പോഴും അറ്റൻഷൻ ഒത്തിരി വേണ്ടിയ പോലെ എനിക്ക് തോന്നാറുണ്ട്. കിട്ടുവിനാണെങ്കിൽ കിട്ടു അത്യാവശ്യം അവൻ ഫുഡൊക്കെ കഴിച്ച് അവനെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെല്ലാം കുറേ എല്ലാം സെറ്റിൽഡ് ആണ്. റയൻ എന്ന് പറഞ്ഞാൽ റയൻ കുറച്ചും കൂടി ഒരു ആങ്ഷ്യസ് ടൈപ്പ് പേഴ്സണാലിറ്റി എൻ്റെയൊക്കെ പോലെ തന്നെയാണ്. അപ്പം അവന് കുറച്ചും കൂടെ എല്ലാം അവനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ് ഇങ്ങനെ കിടന്നില്ലെങ്കിൽ പ്രശ്നം, അത് പ്രശ്നം, എല്ലാം അങ്ങനെ അവന് ഭയങ്കരമായിട്ട് അവനെ ബാധിക്കുന്നത്. കിട്ടു കുറച്ചും കൂടി അവൻ അത്രയും ഒരു ഹൈപ്പർ അല്ലെങ്കിൽ അത്രയും ഒരു എക്സ്ട്രീം നീഡ്സ് ഇല്ല. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. റയൻ കുറേ കൂടി എക്സ്പ്രസീവാണ്. വേണ്ടിയത് എന്താണെന്ന് പറയാനും അതേപോലെ തന്നെ അവന് എന്താ പറയുക, അവന് എന്തൊക്കെ വേണമെന്ന് ചൂണ്ടിക്കാണിക്കാനും തൊട്ട് കാണിക്കാനും നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാനൊക്കെ കുറേയും കൂടി കേപ്പബിളാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കമ്മ്യൂണിക്കേഷൻ വൈസ് റയൻ തന്നെയാണ് കുറച്ച് ഇതിൽ. പക്ഷേ ആങ്സൈറ്റി, ഫിക്സേഷൻ, OCD എന്നുള്ള ബിഹേവിയറിലൊക്കെ റയൻ ഭയങ്കര ഇതാണ്. കിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുവിന് അവൻ ഭയങ്കര ക്വയറ്റാണ്. പക്ഷേങ്കിൽ സോഷ്യലൈസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക, സോഷ്യലൈസ് ചെയ്യാനൊക്കെ നല്ല ഇത് കിട്ടു തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സെൻസറി ഇഷ്യൂസ് കിട്ടുവിന് ഭയങ്കര കൂടുതലാണ്. അപ്പം 2 പേര് 2 ഇതിൽ നിൽക്കുന്നതും കൊണ്ട് ഒരാൾ ഒരു ദിവസം കൂടുതൽ ശ്രദ്ധ നമ്മുടെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ മറ്റേ ആൾക്ക് അത് നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയാണ്. അപ്പം അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഈവൻ ടിപ്പിക്കലി ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ശ്രദ്ധ ആവശ്യമാണ്. അപ്പം പല കുട്ടികളും ഇതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞിനെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളിൽ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയി പോകാറുണ്ട്. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലപ്പം നമ്മൾ ഒരു പാരൻ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നടക്കണമെന്നില്ല. നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഇതിനകത്തൊരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ആസ് പേരൻസ് നമ്മൾ 1:1 കെയർ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കാം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ എനിക്ക് കുറച്ചും കൂടി, ഞാൻ എപ്പോഴും പറയും നമ്മൾ പോസിറ്റിവിറ്റി കാണിക്കണം, നമ്മൾ അങ്ങനെ ചെയ്യണം, നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും പറയാൻ എനിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സേഫ്റ്റി നെറ്റുണ്ട്. നമ്മുടെ ഗവൺമെൻറ് നമുക്ക് അത്രയും സപ്പോർട്ട് തരുന്നുണ്ട്, നമ്മളെ താങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇല്ല. നമുക്ക് ഒരു തെറാപ്പീസ് വേണമെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. പലരും ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം
ഈ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഒരാൾ രണ്ടുപേരും വർക്ക് ചെയ്യേണ്ടടുത്ത് പലരും കരിയർ മാറ്റിവെച്ച് പലരും ഒരുപാട് സാക്രിഫൈസസ് ചെയ്ത് വീട്ടിൽ ഇരിക്കുമ്പം അവരുടെ പാർട്ട്ണർ അത്രയും കൂടി എക്സ്ട്രാ ഹെവി ലിഫ്റ്റിംഗ് അവരുടെ ബഡ്ജറ്റ് നോക്കാനും ഫൈനാൻസസ് നോക്കാനും അത്രയും എടുക്കുമ്പം രണ്ട് ഭാഗത്തും പ്രഷർ. ഇനിയിപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളാണ് മിക്കവർക്കും ലേണിംഗ് ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ അവർ ചിലപ്പം വീക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് സാധാരണ എല്ലാ സ്കൂളിലും ഒന്നും ഇപ്പം നമുക്ക് എന്താ പറയുക ഒരു ഷാഡോ ടീച്ചറോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ടോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുമ്പം ചിലപ്പം ചെറിയ ഏജിലൊന്നും അത് കണ്ടുപിടിച്ചൊന്നും വരില്ല. കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക കൂടിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴായിരിക്കും ചിലപ്പം ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നത്. പക്ഷേ എപ്പോഴും വാട്ടെവർ ഏത് ഏജിലും നമുക്കത് മനസ്സിലായാലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കണം. എല്ലാ കുഞ്ഞുങ്ങളും ഒരേ രീതിയിൽ പഠിക്കുക എന്നുള്ള ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പം ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാവർക്കും ഒരുപോലെ എഴുതാനോ അങ്ങനെയുള്ള കഴിവുകളില്ല. പലരും പല രീതിയിലാണ് പല മെത്തേഡ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് മെമ്മറി കൂടുതലായിരിക്കും, ചിലർക്ക് ലോജിക്കലി ഉള്ള ഇതായിരിക്കും, ചിലർക്ക് അനാലിറ്റിക്കലി ഉള്ള കഴിവായിരിക്കും. അപ്പം ചിലർക്ക് ഇതെല്ലാം ഉണ്ടാവും, ചിലർക്ക് ഇതെല്ലാം ഉണ്ടാവത്തില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്കൂളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പിന്നെ ഒരുപാട് വ്യത്യാസം നമ്മുടെ എഡ്യൂക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, തല്ലി പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതലും. പിന്നെ അപ്പം സ്കൂളിലൊക്കെ നമ്മുടെ കുട്ടികൾ പോകുമ്പം ചിലപ്പം ടിപ്പിക്കലായിട്ടുള്ള കുട്ടികൾ ചിലപ്പം ഇങ്ങനെ കുറച്ച് വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളെ ബുള്ളി ചെയ്യുക, ഹരാസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അത് ടീച്ചേഴ്സ് കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവുന്ന കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ഫൺ ആക്ടിവിറ്റി ആയിരിക്കും മറ്റുള്ളവർ എന്താ പറയുക കളിയാക്കുക, ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അത് പക്ഷേ അങ്ങനെ ചെയ്യരുത്. അത് നമ്മൾ കൈൻഡ്നെസ് വളർത്താൻ നോക്കുക. ഈവൻ അത് ചെറിയ ഏജിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ കുട്ടികൾക്ക് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് പറയാൻ മിക്കവർക്കും അറിയത്തില്ല. പറയാൻ പാസ്റ്റ് ടെൻസിൽ സംസാരിക്കാനേ അറിയത്തില്ല. അവന് ഇപ്പോൾ ഉള്ള റൈറ്റിനുള്ള പ്രസൻറ്റ് കാര്യങ്ങൾ പറയാൻ ചില കാര്യങ്ങൾ മാത്രം. ഡാഡി ജോലിക്ക് പോയി അതൊക്കെ അവനറിയാം. അല്ലാതെ അത് നമ്മൾ സ്ഥിരം പറഞ്ഞ് ഉള്ള ഇതാണ്. അല്ലെങ്കിൽ സ്കൂളിൽ നീ കളിച്ചോ അല്ലെ നീ സ്കൂളിൽ വെച്ച് അവരെന്ത് പറഞ്ഞു അതൊന്നും അങ്ങനെയൊന്നും ചോദിച്ചാൽ ഒന്നും പറയാനൊന്നും അറിയില്ല. അപ്പോൾ അതിനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറേ പോയിൻറ്റ്സൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. പക്ഷെങ്കിൽ നിങ്ങൾ ഓട്ടിസ്റ്റിക് കുട്ടിയുടെ പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. കുറേ ഓപ്പണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അത് ഒരുപാട് എന്താ പറയുക നമുക്ക് റിലീഫായിരിക്കും. പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് കുറച്ച് ടൈം കൊടുക്കണം. എക്സ്ട്രീംലി എക്സോസ്റ്റിംഗ് ആണ്, എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ്, എക്സ്ട്രീംലി നമ്മുടെ നമ്മുടെ എല്ലാ എഫോർട്ടും നമ്മൾ ഇടേണ്ട കാര്യമാണ് ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോഴത്തേക്കിന്. അപ്പം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് കൗൺസിലറിൻ്റെ അങ്ങനെ വല്ല ഹെൽപ്പ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിനോട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഈവൻ നമ്മുടെ പാർട്ട്ണറിനോടോ നമ്മുടെ റിലേറ്റീവ്സിനോടോ പേരൻസിനോടോ ആരോടും പറഞ്ഞാൽ അവർക്കും അത്രയും നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു കാര്യം മിക്കവർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപാട് അവർക്ക് കൊടുത്ത് അവരുടെ സന്തോഷം കൂടി കടത്തേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. പിന്നെ എന്താ പറയുക അവർക്ക് നമ്മൾ ആ ഒരു ബേർഡൻ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിനാണ് ലൈസൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലർമാരും അങ്ങനെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഉള്ളത്. അപ്പം അവരുടെ അടുത്തുനിന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇങ്ങോട്ട് വാ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് അമ്മമാർ എപ്പോഴും പറയാറുണ്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, നാട്ടിൽ ഞാൻ പോവാറില്ല, അവർ കുത്തി പറയുന്നു, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കുഞ്ഞ് ഇവിടെയാണ് കംഫർട്ടബിൾ. നമുക്ക് ഒത്തിരി നാൾ നമുക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് നമുക്ക് ഇവരെ മാറ്റി വേറൊരു രാജ്യത്ത് നമുക്കങ്ങനെ എപ്പോഴും നമുക്കങ്ങനെ എത്ര നാൾ നമുക്കങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ കംഫർട്ടബിളായിട്ടിരിക്കണം. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ അവയർനെസ് നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ സ്കൂളുകളിലെ ചെറിയ ക്ലാസ്സുകളിൽ നിന്നും തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന എനിക്കും ഒരു സന്തോഷമാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് അറിയുകയാണെങ്കിൽ അത് എക്സ്ട്രീംലി ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്. അപ്പം അതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എന്നെ എന്താ പറയുക ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം. ചില ആൾക്കാർ വേണേൽ പറയാം, നോക്ക് അവരുടെ കൊച്ച് തളർന്ന് കിടക്കുകയാണ്, അപ്പം അവരനുഭവിക്കുന്ന അത്രയും പ്രശ്നം നിനക്കുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നോക്ക് അവരുടെ എന്താ പറയുക കുഞ്ഞിന് എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗമാണ്, അതൊന്നുമില്ല. തീർച്ചയായിട്ടും ഇല്ല. എനിക്ക് താങ്ക്ഫുള്ളി എൻ്റെ മക്കൾക്ക് അതൊന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞാലും ലൈഫ് ഈസ് നോട്ട് എക്സ്ട്രീംലി ഈസി. പുറമെ കാണുന്ന പോലെ അല്ല നമ്മൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന പേരൻസിൻ്റെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് മെൻ്റലി സ്ട്രെസ്ഫുള്ളാണ്. ആ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ സഫറിങ് ആണ് കൂടുതൽ, അതുകൊണ്ട് മറ്റേ ആൾക്ക് ആ ഒരു പ്രശ്നമില്ല എന്നല്ല. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ എന്താ പറയുക കമ്പാഷനേറ്റായിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് വിൽ ബി ടു ഗുഡ്, ലൈഫ് വിൽ ബി അമേസിങ്. അപ്പം ഇത് എല്ലാവരും സ്പ്രെഡ് കൈൻഡ്നെസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പം നമ്മുടെ ചാനൽ നീ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ എക്സ്ട്രീംലി ബിസിയാണ്, കാരണം എനിക്ക് എന്നും കുട്ടികളുടെ ഓരോരോ അപ്പോയിൻമെൻ്റ് ആണ്. ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, സമയം കിട്ടുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.